ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഹരിനാമകീർത്തനത്തിലെ 44-ാമത്തെ പദ്യം നോക്കാം. നത്വം വരും പരിച കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കലും അതല്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമത് ചിത്തേ വരേണ്ടതിഹ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അപ്പോൾ ഇഹ മധ്യേ എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഈ ലോകത്ത് ശരീരയാത്ര തുടർന്നു കൊണ്ടിരിക്കവേ തന്നെ ആനന്ദസ്വരൂപമായ ബ്രഹ്മരൂപം കൈവരുമാറ് പൂർണ്ണമായ കർമ്മ നിവൃത്തി ഉണ്ടായാലും ഇല്ലെങ്കിലും തത്വങ്ങൾക്കെല്ലാം ആദിയായ പരമാത്മാവിൽ വ്യക്തമായി തെളിഞ്ഞ് ജ്ഞാന അനുഭവം വിട്ടുപോകാതെ ഉള്ളിൽ തുടർന്ന് നിലനിൽക്കണം എന്നാണ് പറയുന്നത്. ആ നാരായണന് നമസ്കാരം. അപ്പോൾ ഇവിടെ പറയുന്ന ഇഹ മധ്യ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ പല കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ നത്വം എന്ന് പറയുമ്പോൾ ആനന്ദരൂപം എന്നാണ് അർത്ഥം, ബ്രഹ്മരൂപം. വരും പരിച് കൈവരുമാറ് കർമ്മവ്യപായം പൂർണ്ണമായ കർമ്മ നിവൃത്തി ഭവിക്കലും അതില്ലെങ്കിലും കിമപി ഉണ്ടായാലും അതില്ലെങ്കിലും തത്വാദിയിൽ തത്വങ്ങൾക്കെല്ലാം ആദിയായ പരമാത്മാവിൽ പരം വ്യക്തമായി ഉദിച്ചൊരു ബോധം തെളിഞ്ഞ ജ്ഞാന അനുഭവം അത് ചിത്തേ വരേണ്ടതിഹ വിട്ടുപോകാതെ ഉള്ളിൽ തുടർന്ന് നിലനിൽക്കണം. നാരായണായ നമ. നാരായണനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ പല കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ബ്രഹ്മരൂപം ഉള്ളിൽ ചിത്തത്തിൽ പൂർണ്ണമായിട്ട് ഉണ്ടാവുന്ന രീതിയിൽ അതിന് ഒരു ജ്ഞാന അനുഭവം വിട്ടുപോകാതെ ഉള്ളിൽ തുടർന്ന് നിലനിൽക്കണം. അത് നിലനിർത്തണം. അതിന് ഭഗവാൻ സഹായിക്കണം എന്നാണ് ഒരു പദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു പല നിഷ്ഠകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ മനസ്സും ബുദ്ധിയും ഒക്കെ അടങ്ങണം എന്നൊന്നുമില്ല. അങ്ങനെ വാസനകൾ ക്ഷയിപ്പിക്കാനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയും. ആ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തി എന്തിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം അത് നമ്മൾ മനസ്സിലാക്കാനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ മുക്തി എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സമചിത്തമായ മനസ്സ് എടുക്കുന്നതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുക. അപ്പോൾ ജീവൻ മുക്തി ലഭിച്ചില്ലെങ്കിൽ പോലും ജ്ഞാനിക്ക് ഒരു ആനന്ദം ഉണ്ടാവുന്ന ഒരവസ്ഥ, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നേടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജ്ഞാനം നേടിയാലേ ആ ഒരു ജീവൻ മുക്ത അവസ്ഥയിലേക്ക് പതുക്കെ എത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ സൂക്ഷ്മ രൂപങ്ങളാണ് മനസ്സും വാസനയും. അപ്പോൾ അതിൽ തന്നെ ഉള്ളിൽ വിത്തായിട്ട് ഒളിഞ്ഞു കിടക്കുന്നതാണ് വാസന. ആ മനസ്സ് എന്ന് പറയുമ്പോൾ ആ മനസ്സിൻ്റെ ഉള്ളിൽ വിത്തായിട്ട് ഒളിഞ്ഞു കിടക്കുന്നതാണ് വാസന. വാസനകൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ചിന്തകളും ഒക്കെ തന്നെ. അപ്പോൾ എല്ലാ കർമ്മങ്ങളും വാസനാരൂപത്തിൽ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നു. അപ്പം നമ്മുടെ ചിന്തകളൊക്കെ തന്നെയാണ് നമ്മുടെ വാസന എന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ കർമ്മത്തിലൂടെയാണ് ഈ വാസനകൾ രൂപപ്പെടുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ചിന്താരൂപത്തിലും ഒക്കെ അത് അടിഞ്ഞു കിടക്കുന്നു. അങ്ങനെ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലാണോ ഇതെല്ലാം ഈ ജ്ഞാനം നേടുന്നതിലൂടെ ഇതെല്ലാം ഈ വാസനകൾ എരിഞ്ഞെരിഞ്ഞ് അടങ്ങി ഇല്ലാതെയാവും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പ്രാരബ്ധ കർമ്മങ്ങൾ ഒടുങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പ്രാരബ്ധം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അതിനാണ് പ്രാരബ്ധ കർമ്മങ്ങളെന്ന് പറയുന്നത്. ആ പ്രാരബ്ധ കർമ്മങ്ങൾ ഒടുങ്ങുന്നതോടുകൂടി ജീവൻ മുക്തി ആ ഒരു വ്യക്തിക്ക് ലഭ്യമാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മനസ്സും വാസനയും ഒക്കെ ഒടുങ്ങണം. മനസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിന്തകൾ എന്ന് എടുക്കാം. അപ്പോൾ ആ മനസ്സും ചിന്തകളും ഒക്കെ ഒടുങ്ങുമ്പോഴാണ് കർമ്മ നിവൃത്തി ഉണ്ടാവുന്നത് എന്നും പറയുന്നു. കുറച്ച് കുറച്ച് ഒരു ഹയർ ലെവലിലുള്ള ഒരു
ചിന്തകളൊക്കെയാണ് ഇതിൽ ഈ ഒരു പദ്യത്തിൽ പിന്നെ എഴുത്തച്ഛൻ പങ്കുവയ്ക്കുന്നത്. നമുക്ക് എത്ര പഠിച്ചാലും മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ, ഈ തത്വങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. നമ്മൾ എത്ര പറഞ്ഞാലും എത്ര പഠിച്ചാലും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നമ്മളെല്ലാം അതിൻ്റെ ഒരു കാരണം തന്നെ നമ്മൾ പല വാസനകൾക്ക് അടിമപ്പെട്ടവരാണ്. അപ്പം നമ്മുടെ ചിന്തകൾ തന്നെ നമ്മളത് മനസ്സിലാക്കാനും പോലും നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. അപ്പോൾ എന്താ പറയുക, ഇതെല്ലാം എങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ അതിന് ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതി വേണം. പിന്നെ പതുക്കെ നമുക്ക് ഇത് കുറച്ചായിട്ട് അത് പിന്നെ ആ ഒരു ജ്ഞാനം കുറച്ചായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ജ്ഞാനം എത്തണമെങ്കിൽ കുറച്ച് വാസനകൾ, ചിന്തകൾ അവിടുന്ന് പോകണം. അതിനാണ് നമ്മൾ നാമജപങ്ങൾ സ്ഥിരമായിട്ട് വേണമെന്ന് പറയുന്നത്. നാമജപം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കുമ്പോൾ ആ നാമത്തിൽ മനസ്സ് അലിയുമ്പോൾ നമ്മളെ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ മനസ്സ് കുറച്ച് ശുദ്ധമാവും. അപ്പം ശുദ്ധമായ മനസ്സിലേ ആ ഒരു ഭഗവാനെ ഇരിക്കാൻ കഴിയും. അതാണ് പറയുന്നത്, മനഃശുദ്ധിയാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മനഃശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ. അപ്പോൾ ആ മനഃശുദ്ധി നേടിയെടുക്കാൻ നിരന്തരമായ അഭ്യാസം ആവശ്യമാണ് എന്ന് ആചാര്യന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു വലിയ ആചാര്യൻ തന്നെയാണ്, ഒരു ഗുരുവാണ് ശരിക്കും. അപ്പോൾ ഇത്തരം ഗുരുക്കന്മാർ നമുക്ക് വഴികാട്ടുന്ന അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ മനസ്സിരുത്തി പഠിക്കുകയും അത് അവരുടെ അഭിപ്രായങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ജീവിതം കുറച്ചും കൂടെ എളുപ്പമുള്ളതായിട്ട് മാറും. അപ്പോൾ ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെയോ നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പലതും ഇല്ലാത്ത ഒരു തോന്നൽ നമുക്കുണ്ട്. കാരണം ഒരു തൃപ്തിക്കുറവാണ് എല്ലാവിടെയും. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുകയും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ദോഷം ചെയ്യാതെ രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. ഇപ്പോൾ എത്രയോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈശ്വര കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ പോലും മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷങ്ങൾ പിന്നെന്താ പറയുക ചിന്തിക്കുമ്പോൾ അതുപോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് മറ്റുള്ളവർക്ക് ദോഷമില്ലാതെ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ജീവിതം കൊണ്ടുപോയാൽ കുറച്ചുകൂടെ ജീവിതം എളുപ്പമായിരിക്കും. അപ്പോൾ ജീവിതം എന്തുകൊണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമുക്ക് എന്താ പറയുക ദോഷമായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, 6ാമത്തെ ചാപ്റ്റർ 5ാമത്തെ ശ്ലോകം. അതായത് ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നീ തന്നെ സഹായിക്കുക, നീ നിന്നെ തന്നെ ഉയർത്തുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധു, നിൻ്റെ ബന്ധു നീ തന്നെയാണ്. ആത്മൈവ രിപുരാത്മന, നിൻ്റെ ശത്രു നീ തന്നെയാണ് എന്ന് ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇവിടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലാണ്. നമ്മൾ ആ ഒരു മനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. ഒരാൾക്ക് ഒരു ദോഷം നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും നമുക്കത് ദോഷമായിട്ട് വരും. അത്രയ്ക്കും ഈ പ്രപഞ്ച ശക്തികളൊക്കെ അത്രയ്ക്കും ഷാർപ്പാണ്. അപ്പോൾ ആ ഒരു സത്യം അറിയാതെയാണ് മനുഷ്യൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നത്. അവൻ ചെയ്യുന്നതും അവൻ ചിന്തിക്കുന്നതും അവന് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് വാസനകൾ എന്ന് പറയുന്നത് കർമ്മങ്ങളിലൂടെ രൂപപ്പെടുന്നു എന്ന് പറയുന്നത്. കർമ്മങ്ങൾ ചിന്തകളും കർമ്മങ്ങളാണ്. അപ്പോൾ നമ്മൾ വെറുതെ ചിന്തിക്കുന്നത് പോലും കർമ്മമാണ്. ഈ ചിന്തകൾ തന്നെ വാസന രൂപത്തിൽ നമ്മളിൽ അത് രൂപീകരിക്കപ്പെടുകയും അത് തന്നെ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നല്ല ചിന്തകളിൽ ജീവിക്കാൻ പഠിക്കാൻ
ജീവിക്കണം എന്നും നമ്മുടെ അടുത്തൊരു ജനറേഷന് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഗൈഡൻസ് കൊടുക്കേണ്ട ഒരാവശ്യവും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദു സമൂഹത്തിന് ഇനിയും ഒരുപാട് ഉണരേണ്ടതുണ്ട്. കാരണം നമ്മളിങ്ങനെ നമ്മളുടെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അത് ഇപ്പോൾ ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അവിടെ നിന്ന് ഒരുപാട് ഉയർന്നാൽ മാത്രമേ നല്ലൊരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ലൊരു ജീവിതവും നല്ലൊരു മനസ്സ് നേടിയെടുക്കാൻ നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് പല ശ്ലോകങ്ങളും. അപ്പോൾ ഈ പദ്യം 44 ഒന്നും കൂടെ വായിക്കാം. നത്വം വരും പരിച് കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലും അതല്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമത് ചിത്തേ വരേണ്ടതിഹ നാരായണായ നമഃ. പറഞ്ഞത് ഈ ലോകത്ത് ശരീരയാത്ര തുടർന്നുകൊണ്ടിരിക്കവേ തന്നെ ആനന്ദസ്വരൂപമായ ബ്രഹ്മരൂപം അത് കൈവരുന്ന രീതിയിൽ കർമ്മനിവൃത്തി ഉണ്ടായാലും ഇല്ലെങ്കിലും തത്വങ്ങൾക്കെല്ലാം ആദിയായ പരമാത്മാവിൽ വ്യക്തമായി തെളിഞ്ഞ് ജ്ഞാനാനുഭവം വിട്ടുപോകാതെ ഉള്ളിൽ നിലനിൽക്കണം. ആ ഒരു ഉള്ളിൽ നിലനിൽക്കണം ആ ജ്ഞാനാനുഭവം. ജ്ഞാനാനുഭവം എന്ന് പറയുന്നത് ആ ഭഗവാനെക്കുറിച്ചുള്ളൊരു അറിവാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രകാശം, അല്ലെങ്കിൽ ഭഗവാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ളൊരു ആ അനുഭൂതി, അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഉള്ളിൽ വിട്ടുപോകാതെ നിലനിൽക്കണം എന്ന് പറയുന്നു. ആ നാരായണന് നമസ്കാരം. ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.